നിങ്ങൾ ട്രെയിൻ കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ആ പോകുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ മാർക്കറ്റിലൂടെ നടന്നിട്ടാണ് നിങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മാർക്കറ്റിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്. അപ്പൊ അവർ കുറെ പേര് ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്, കുറെ പേര് വെജിറ്റബിൾസ് വിൽക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഫിഷ് മാർക്കറ്റ് വന്നു, മീറ്റ് മാർക്കറ്റ് വന്നു, അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. അത് കൂടാതെ ഒരുപാട് ആളുകൾ നിങ്ങൾ വിളിക്കുന്നുണ്ട്, ഒരുപാട് സംഗീത പരിപാടികൾ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ഇങ്ങനെ യാത്ര ചെയ്ത് അവസാനം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾ ഞെട്ടിപ്പോയി. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞു. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ട്രെയിൻ വീണ്ടും ഓടുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വിഷമം എത്രമാത്രം വിഷമം ഉണ്ടാവുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രെയിൻ മിസ്സായെന്ന്. എന്നാൽ ഇതേപോലെ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ മിസ്സാവാനും ഇതുപോലത്തെ കുറേ കാരണങ്ങളുണ്ടാവും. അപ്പോൾ സത്യത്തിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, സെറ്റ് ക്ലിയർ ഗോൾസ്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടാവണം. അതൊരു ലോങ് ടേം ഗോൾസ് ഉണ്ടായിരിക്കണം, ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടായിരിക്കണം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ 1 ഇയറിന്റെയും അല്ലെങ്കിൽ 1 മന്തിന്റെയും 1 വീക്കിന്റെയും കൂടിയിട്ട് ഡെയിലി ഗോളുകൾ ഉണ്ടാവണം. ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഗോൾ ഇട്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതാവുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത് കാര്യം, റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും അനുവദിക്കാൻ പാടില്ല. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലത്തെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കുക. മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിനോട് എല്ലാവരും പറഞ്ഞു വെക്കുക. വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. മറ്റൊരു കാര്യം, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. അഥവാ മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിലൊന്ന് സഞ്ചരിക്കുക. വളരെ കാമായിട്ടിരിക്കുക, ക്വയറ്റ് ആയിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഫോക്കസ് നല്ല രീതിയിൽ കിട്ടും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന നമ്മുടെ ബിസിനസ്സുകളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.